വന്യജീവികൾ കാരണമുള്ള കൃഷിനാശത്തിൽ നഷ്ടപരിഹാരം കൂട്ടുവാൻ സർക്കാർ. വനംവകുപ്പിന്റെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു. തുക നിശ്ചയിക്കാൻ വിദഗ്ധ സമിതി ഉടൻ രൂപവൽക്കരിക്കും. 2018 അവസാനമായി നഷ്ടപരിഹാര തുക പുതുക്കിയത്. വന്യമൃഗ ആക്രമണങ്ങളിൽ നാട്ടുകാരുടെ പ്രതിഷേധം തണുപ്പിക്കാൻ വലിയ തുക നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നതും ശുപാർശ ചെയ്യുന്നതും പതിവാണ്. വന്യജീവികൾ കാരണമുള്ള കൃഷിനാശത്തിൽ നഷ്ടപരിഹാരം കൂട്ടാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. നാട്ടിലിറങ്ങി നാശമുണ്ടാക്കുന്ന കാട്ടുപന്നികളെ കൊല്ലാനും സംസ്കരിക്കാനുമുള്ള തുകയും വർദ്ധിപ്പിക്കും. ലൈസൻസിക്ക് 1500, സംസ്കാരത്തിന് 2000 എന്ന ക്രമത്തിലാക്കണമെന്നാണ് ശുപാർശ. വിളനാശത്തിന് നഷ്ടപരിഹാരം നൽകുന്നത് 2015 സർക്കാർ തീരുമാനപ്രകാരമാണ്. ആദ്യ പരിഷ്കാരം 3 വർഷത്തിനിടെ വന്നു. 7 വർഷമായി നിരക്ക് ഒരേപോലെ തുടരുകയാണ്. നിലവിൽ 35% വർധന വന്നേക്കുമെന്നാണ് സൂചന. പല വിളകളുടെയും നഷ്ടപരിഹാരം വളരെ മോശമാണെന്ന് കർഷക സംഘടനകൾ പരാതിപ്പെട്ടിരുന്നു. കൃഷിക്കാരുടെ ആവശ്യം വനംവകുപ്പ് മനസ്സിലാക്കിയതായും മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് അംഗീകാരം നേടിയതായും വനംവകുപ്പ് മന്ത്രി പറഞ്ഞു. കൃഷിയിടത്തിൽ നാശമുണ്ടാക്കിയ 5000 കാട്ടുപന്നികളെ ഇതിനകം കൊന്നു. കാട്ടുപന്നികളെ സംരക്ഷിത ജീവികളുടെ പട്ടിക ഒന്നിൽ നിന്ന് നീക്കാനുള്ള സംസ്ഥാനത്തിന്റെ ശുപാർശയിൽ കേന്ദ്ര അനുമതി കിട്ടിയാൽ ആശ്വാസമാകുമെന്നും വനംവകുപ്പ് വ്യക്തമാക്കി. ഇടുക്കി വിഷൻ, കുമളി.